അയാളെ അറിയപ്പെടുന്നത് ദാവൂദ് മണി എന്നാണ്. ഡി മണി എന്ന് പറയുന്നത് ദാവൂദ് മണി എന്നാണ് അയാളെ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാളാണ്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉള്ള പ്രോപ്പർട്ടീസ് ഉൾപ്പെടെ ഇയാൾ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്. ആ രീതിയിലാണ് വന്നേക്കുന്നത്. ജസ്റ്റിസ് കമാൽ പാഷ, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് അന്വേഷണം മാറ്റി CBI ഏൽപ്പിക്കേണ്ടതുണ്ടോ? വിനു, ഇന്നത്തെ ആ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ SITക്ക് ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു സംശയമുണ്ട്. സംശയം ഉണ്ടെന്നുള്ളത് മാത്രമല്ല, എനിക്ക് എൻ്റെ ബോധ്യത്തിൽ അത് അത്ര എളുപ്പവുമല്ല. കാരണം SITയിലുള്ള ഈ അംഗങ്ങളെന്ന് പറയുന്നവർ മുഴുവൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഇത്രയും നാളായിട്ട്, അതായത് ആദ്യം ആ വാസുവിൻ്റെ അറസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അന്വേഷണം പതുക്കെ ഒരു മെല്ലപ്പോക്കുണ്ടായി. വളരെ കഷ്ടപ്പെട്ടാണ് അവസാനം അത് പത്മകുമാറിലേക്ക് എത്തുന്നത്. പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി ഏതാണ്ട് അന്വേഷണം മുരടിച്ച ഒരു മട്ടാണ്, വേറൊന്നുമില്ല. പിന്നെ ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് താണ്ട ഈ അവസാനം കുറേ പേരെ ഈ പങ്കജ് ഭണ്ഡാരിയും ഒക്കെ അതുപോലെ ഗോവർദ്ധനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ, ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വേറെ ഒരു മാർഗമില്ലാതെ വന്ന് ഇത്രയും വലിയ വിമർശനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ അറസ്റ്റും കൂടെ വന്നത്. അതാണ് ഇതിനകത്തെ കാര്യം, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിന് മുകളിലോട്ടുള്ള ആളുകളിലൊന്നും പോകണ്ട, ഈ അന്വേഷണം ഇവിടെ മതി എന്ന് തീരുമാനിച്ച ഒരു മട്ടാണ്. കൂടുതൽ അന്വേഷണം ആവശ്യമില്ല എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു, SIT അത് തീരുമാനിച്ചു. അപ്പോൾ ഈ SIT എപ്പോഴും ഈ രീതിയിലുള്ള ഒരു കൺട്രോളിലായിരിക്കുമ്പോൾ ഇതിൻ്റെ അന്വേഷണം എങ്ങനെ നടക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യാകുലത നമുക്കുണ്ടാവേണ്ടതാണ്. അതാണ് അതാണ് സത്യം. പിന്നെ ഇത് നടന്നേനെ യഥാർത്ഥത്തിൽ ഇതിലുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നവർ അവരത്രത്തോളം വളരെ കാര്യമായ രീതിയിൽ ഇത് ഗവനിച്ചിരുന്നെങ്കിൽ ഇത് നടന്നു പോയനെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടക്കുമെന്ന്. പിന്നെ CBI അന്വേഷണം, CBI പോലും നമുക്കിപ്പോൾ സംശയിക്കേണ്ട ഗതികേടിലിരിക്കുകയാണ്. കാരണം ഇത് ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ട് ആ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെ വരെ അന്വേഷണം ചെല്ലും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ CBI എടുത്തേക്കുന്ന ചില കേസുകളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. എന്ന് പറയുന്നത് പോലെ അവസാനം അതൊരു ഒത്തുകളിയുടെ ആവാതിരുന്നാൽ CBI തന്നെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല ഇത് ഇൻ്റർനാഷണൽ റാമിനിഫിക്കേഷൻസ് ഉള്ളതാണ്. ഇവിടെങ്ങും അല്ല ഈ സാധനം ഒന്നും വിറ്റേക്കുന്നത്. ഈ പറയുന്ന സാധനം, ഈ സ്വർണ്ണം ഒന്നുണ്ടല്ലോ, എനിക്കിത് മനസ്സിലായിട്ടുണ്ട്. ഈ സ്വർണം, അതായത് 2019 കൊണ്ടുപോയ സ്വർണം ഉരുക്കിയെടുത്തിട്ട് അതിപ്പോഴും അവിടെ റെഡിയാക്കി വെച്ചേക്കുകയാണ്. എന്തിനാ? ഇത് കൊടുക്കാൻ, SITക്ക് കൊടുക്കാൻ. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ വിനു? ഇതുപോലുള്ള ഒരുപാട് കുഴപ്പങ്ങൾ ഇതിനകത്തുണ്ട്. ഈ സ്വർണത്തിന് വേണ്ടിയൊന്നും അല്ല ഇത് ചെയ്തേക്കുന്നത്. ഈ സ്വർണ്ണമൊന്നും അല്ല, അവിടുത്തെ ഒരുപാട് മോതിരങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് അവന്മാർ. ഇത് ഈ ലക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, കോടികൾക്ക് വേണ്ടിയുള്ളതാണ്. 1000-ൽ പരം കോടികൾക്ക് വേണ്ടിയുള്ള ഇടപാടാണ് അവിടെ നടന്നേക്കുന്നത്. അത് രമേശ് ചെന്നിത്തല കൊടുത്തേക്കുന്ന വിവരം എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ കാര്യം പറഞ്ഞല്ലോ, ആ വിവരമൊക്കെ വളരെ വിലപ്പെട്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അത് നേരത്തെ എടുക്കേണ്ടതായിരുന്നു. അയാളുടെ മൊഴിയെടുക്കാൻ എത്ര സമയമെടുത്തു നമ്മളൊന്ന് ആലോചിച്ചോളൂ. ഇലക്ഷൻ വന്നു, അതുകൊണ്ട് മൊഴി വേണ്ട. രമേശ് ചെന്നിത്തലയുടെ മൊഴി ഇങ്ങനെ ഒരാൾ പറഞ്ഞു, എനിക്കൊരു വിവരമുണ്ട്, ആ വിവരം പറയണം, അത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് പോലുമുള്ള അവസരം എന്ന് പറയുന്നത് വളരെ താമസിച്ചാണ് ഇവരെടുത്തത്. ഇനി ഇത് കഴിഞ്ഞ് അതിനകത്തുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ, അതിലെ ആ വ്യവസായിയെ ചോദ്യം ചെയ്യാൻ പോലും, അയാളെ മൊഴിയെടുക്കാൻ പോലും ഒരുപാട് സമയമെടുത്തെന്നുള്ളതാണ്. വളരെ കഷ്ടമാണ്. ഇത് ഞാൻ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, ആ വിവരം യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിവരം തന്നെയാണ്. എങ്കിൽ പോലും നമുക്കതിന് ആധികാരികത ഇല്ലാത്തതുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ ചെന്നൈയിലുള്ള ഒരു വലിയ വ്യവസായി, അയാൾ ഇതേപോലുള്ള കാര്യങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തുന്ന ആളാണ്. അയാളുടെ ഇടപെടൽ ഇതിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് കേട്ട് മനസ്സിലായ വിവരം. അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ 1-2 കോടിയൊന്നുമല്ല, 500-ൽ പരം കോടികൾക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള ഓരോ ഇടപാട് നടത്തുന്നത്. അല്ലാതെ ഇവർ ഇത് 30 കിലോ സ്വർണ്ണമൊന്നും എടുക്കാനൊന്നും അല്ല ഈ പറയുന്ന ആളുകളൊന്നും ഇത് ഇടപെട്ടത്. ഇവരുടെയൊക്കെ കയ്യിൽ ഇതേപോലെ ആയിരക്കണക്കിന് കോടികൾ വന്ന് മറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിലയിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പര്യാപ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെ കൊണ്ട് ഇതിന് പറ്റും, ഇവർക്ക് പറ്റിയേനെ, പക്ഷേ ഇവരെ കൊണ്ട് അത് പറ്റത്തില്ല, ചെയ്യത്തില്ല. കാരണം അവരുടെ കൈകൾ കെട്ടിയിരിക്കുകയാണ്. ഇനി ഹൈക്കോടതി രൂപീകരിച്ച ആണെങ്കിൽ പോലും
ഈ SIT രൂപീകരിച്ചാണെങ്കിൽ പോലും ഇവരുടെ ഇവരെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് ഗവൺമെൻറ് കയ്യിലുള്ളിടത്തോളം കാലം ഇവരെ കൊണ്ട് ഇത് അന്വേഷിച്ചെടുക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു 30.2 കിലോ സ്വർണത്തിൻ്റെ കാര്യത്തിനൊന്നുള്ള കാര്യമല്ലത്. ഈ പറഞ്ഞ പോലെ വിനു ആദ്യം തന്നെ പറഞ്ഞ പോലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയത് മുതൽ അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ വളരെ പ്രവാസി വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയോട് പറഞ്ഞു. രമേശ് ചെന്നിത്തല അത് അന്വേഷണ സംഘത്തെ അറിയിച്ചു. രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുത്തു. ഇപ്പോൾ പ്രവാസി വ്യവസായിയുടെ മൊഴിയും എടുത്തു. അദ്ദേഹം പറഞ്ഞത് ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ, യഥാർത്ഥ പേര് വേറെയാണ്, ഡി മണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഇതിൻ്റെ ഭാഗമാണ്. പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം കടത്തിയിട്ടുണ്ട്. പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട്. അതിന് അദ്ദേഹം സാക്ഷിയാണ്. ചില കാര്യങ്ങൾക്ക് സാക്ഷിയാണ്, ചിലത് കേട്ടറിവാണ്. ഈ ഡി മണി എന്ന് പറയുന്ന ആളിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരാളുണ്ടെന്നും അയാൾ താമസിക്കുന്ന സ്ഥലമടക്കം കണ്ടെത്തിയിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. അപ്പോൾ വെറുതെ പറയുന്നതല്ല വിനു, ഇത് വെറുതെ പറയുന്നതല്ല. ഈ ഡി മണി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എത്രയും വിനു ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഇത് അയാളെ അറിയപ്പെടുന്നത് ദാവൂദ് മണി എന്നാണ്. ഡി മണി എന്ന് പറയുന്നത് ദാവൂദ് മണി എന്നാണ് അയാളെ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാളാണ്. ഇത് കുറേ നാൾ മുണ്ടേ ഈ വിവരമുണ്ട്, അന്തരീക്ഷത്തിലുള്ളതാണ്. പല ആളുകളും എന്നെ വിളിച്ചും പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം. പക്ഷേ നമുക്കിത് ആരുടെ അടുത്താണ് പറയുന്നത്? ഇത് കേട്ട് കഴിവല്ലേ. പക്ഷേ അയാളെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾ ഈ പറയുന്ന പോലെ കോടികളുടെ ബിസിനസ് നടത്തുന്ന ആളാണ്. ആൻറ്റിക്കിൽ, പ്രത്യേകിച്ചും ആൻറ്റിക് വാല്യൂ ഉള്ള മെറ്റീരിയലുകളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുഭാഷ് കപൂർ ഉണ്ടല്ലോ, സുഭാഷ് കപൂറിൻ്റെയൊക്കെ അച്ഛനാണ് ഇയാൾ. അതുപോലുള്ള ഇടപാടുണ്ട് ഇയാൾക്ക്. സുഭാഷ് കപൂറിനെ യഥാർത്ഥത്തിൽ ഇപ്പോൾ കൂച്ചുവിലം കിട്ടുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു വിലങ്ങുമില്ല. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ ഒരുപാട് ക്ഷേത്രങ്ങളിലെ ഈ പ്രോപ്പർട്ടീസ്, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉള്ള പ്രോപ്പർട്ടീസ് ഉൾപ്പെടെ ഇയാൾ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്. ആ രീതിയിലാണ് വന്നേക്കുന്നത്. വിവരം വരുന്നത് അങ്ങനെയാണ്, ആ രീതിയിലാണ് വന്നേക്കുന്നത്. ഈ അലിഗേഷൻസൊക്കെ ഉണ്ട്. ഇത് ബ്രൂണോയിലെ സുൽത്താൻ വരെ വിട്ടേക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതാണ് സംഭവം. ഈ രീതിയിൽ ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ളപ്പോൾ ഈ SIT കിട്ടാവട്ടത്തുള്ള ഈ SITക്ക് അതും ഈ ഗവൺമെൻറ് പിടിച്ചു വച്ചേക്കുന്ന SITയെ കൊണ്ട് ഇത് അന്വേഷിക്കാനൊന്നും പറ്റത്തില്ല. ഇത് ആത്മാർത്ഥതയുള്ള CBI ഓഫീസേഴ്സ് അന്വേഷിച്ചാൽ ഇത് കണ്ടുപിടിക്കാം. പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടിയിലില്ലാതെ ഇത് അന്വേഷിച്ചാൽ CBIക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ചെറിയ നമ്മുടെ ഈ സ്റ്റേറ്റിലുള്ള ഏജൻസിക്ക് മാത്രമായിട്ട് ഇത് ഒരിക്കലും അന്വേഷിക്കാൻ പറ്റത്തില്ല. ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുക കുറേ നാളായിട്ട്. ഏതായാലും ഇത് ഇങ്ങനെ വിനു ചോദിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഈ ഡി എന്നുള്ളത് ദാവൂദ് മണി എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത്. അത്രയും വലിയ ഒരാളാണ്, ചില്ലറക്കാരനൊന്നും അല്ല. അപ്പോൾ അയാളെയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഈ സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റിനകത്തുള്ള ഈ SITയെ കൊണ്ടൊന്നും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത്രത്തോളം വലിയ ഒരാളാണ്. അയാൾക്ക് അത് ഇൻ്റർനാഷണൽ ബന്ധങ്ങളുണ്ട്. ഇൻ്റർനാഷണൽ ബന്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടുന്നത് പോലുള്ള നമ്മുടെ ശത്രു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണെന്നാണ് കേട്ടേക്കുന്നത്. അത് കേട്ടറിവാണ്, എനിക്ക് നേരിട്ട് അറിഞ്ഞൂടാ. പക്ഷേ ഇങ്ങനെ ഒരാളുടെ കാര്യം പറയപ്പെടുന്നുണ്ട്. ഇയാളുണ്ടെന്ന് അറിഞ്ഞതും ഇയാളെ അവർ യഥാർത്ഥത്തിൽ ലൊക്കേറ്റ് ചെയ്തെന്ന് അറിഞ്ഞതും വളരെ സന്തോഷമുണ്ട്. ലൊക്കേറ്റ് ചെയ്ത് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ കക്ഷിയുമായി ബന്ധമുള്ള ആളാണ്. ഇപ്പോൾ അധികാരത്തിലുള്ള പാർട്ടിയല്ല, മറ്റൊരു പ്രബല പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ്. അത് പണം കൊടുക്കുന്നത് മാത്രമല്ല, എന്തും ചെയ്യുന്ന ആളാണ് എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. ഇത് വെളിപ്പെടുത്തിയ വ്യവസായി തെക്കൻ കേരളത്തിലുള്ള ഒരാളാണ്. വിദേശ രാജ്യങ്ങളിൽ പല കമ്പനികൾ ഉള്ള ആളാണ്. കേരളത്തിലെ ചില പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. പേര് വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ലെന്ന് മാത്രം. ജസ്റ്റിസ് കമാൽ പാഷ, അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ രാജ്യാന്തര ബന്ധം അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ഏജൻസി വരുന്നതാണ് നല്ലത്. CBI ആണ് അന്വേഷിക്കേണ്ടത് ആ അർത്ഥത്തിൽ, അല്ലേ? ശരിയാണ്. കാരണം ഞാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ SITയെ കൊണ്ട് ഇത് അന്വേഷിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരിക്കലും. ഇവിടെ പോലുമുള്ള ആളുകളെ ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെ വേണമെങ്കിൽ ഇവർക്ക് റെഡിയാക്കി എടുക്കാമായിരുന്നു ഇതിൻ്റെ അന്വേഷണം മേലോട്ട് പോയെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ, പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി അന്വേഷണം അങ്ങ് മുരടിച്ചപ്പോൾ അതായത് ഗവൺമെൻറ് പറഞ്ഞു ഇവിടെ വരെ മതി, ഇത്രയും മതി കേട്ടോ, ഇത് കൂടുതൽ വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇതിൻ്റെ പുറകിൽ നമ്മൾ വിചാരിക്കുന്നവരൊന്നുമല്ല, ഒരുപാട് വലിയ പുള്ളികളുണ്ട്. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ഊഹം പോലും നമുക്ക് ഒക്കത്തില്ല. ആ രീതിയിലുള്ള ഇടപാടാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ
യഥാർത്ഥത്തിൽ വരേണ്ടത് CBI ആണ് നേരെ ചൊവ്വേ ചെയ്യുമെങ്കിൽ. കാരണം മറ്റ് രാഷ്ട്രീയ ഇടപാടുകൾ മൂലം ഇത് മരവിച്ച് പോവാതിരുന്നാൽ വളരെ നന്നായി. ഇപ്പോൾ അങ്ങനെ ഒരു ആശങ്ക നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഈ CBI, ED, NIA, കസ്റ്റംസ്, ഇനി കേന്ദ്ര ഏജൻസികൾ വരാൻ ബാക്കിയൊന്നുമില്ല. നമ്മുടെ ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നും സംഭവിച്ചില്ലല്ലോ, എല്ലാം ആവിയായിപ്പോയി. അതുതന്നെയാണ് മാസപ്പടി കേസിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ അതാ ഞാൻ പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ബന്ധങ്ങളോടുകൂടി ഇത് അസ്തമിച്ച് പോകാതിരുന്നാൽ നന്നായി. യഥാർത്ഥത്തിൽ അയ്യപ്പസ്വാമി തന്നെ ഇറങ്ങി വരണം. ഇതെന്തുവാ സംഭവം, ഇത് എൻ്റെ സ്വർണം അല്ലെ എൻ്റെ മുതൽ ആരൊക്കെ കണ്ടോട്ട് പോയി എന്ന് കാണിച്ചു കൊടുക്കാൻ. ആ രീതിയിൽ ഇതൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടൊന്നും അല്ല ഇവർക്കിതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് ഇൻ്റർനാഷണൽ റാമിനിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം കടന്നിട്ടുണ്ട്. ഈ മുതലൊക്കെ ഇതൊക്കെ പോയിട്ടുണ്ട്. ഇത് ദുബായ് വഴി ഇത് ഡീൽ ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. എല്ലാം പോയിട്ടുണ്ട്. ഈ പോയ സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണം. ഇതിലേതെങ്കിലും ഇപ്പോൾ ഈ സ്വർണം ഞാൻ പറഞ്ഞിട്ട് ഈ സ്വർണം വീണ്ടെടുത്തെന്ന് പറഞ്ഞു. ഈ ഉരുക്കിയെടുത്ത സ്വർണം എന്ന് പറയുന്നത് 2019 മുതൽ 2025 വരെ SIT വരും, അവർക്ക് കൊടുക്കാൻ വെച്ചേക്കായിരുന്നു അയാൾ. ഒന്നുമല്ലല്ലോ, ഇത് മുഴുവൻ കള്ളത്തരമാണ്. കാരണം ഇതങ്ങ് പറയും. വലിയ കള്ളന്മാർ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു പരിപാടിയാണ്. ആദ്യമേ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ അതെല്ലാം ഇവിടെ ഉണ്ട്, സംഭവമൊക്കെ ഉണ്ട്, അടിയുള്ളതിരിക്കാൻ പറയുന്നതാണ്. എല്ലാം ഉണ്ട്, ഇന്നടത്ത് നിന്ന് എടുത്തു, മറ്റിടത്ത് കൊടുത്തു, ഇതൊക്കെ അങ്ങ് പറയും. എന്ന് പറഞ്ഞ പോലെ സ്വർണ്ണം ഉരുക്കിയത് എടുത്ത് വെച്ചേക്കാണ്. എന്തിന്? SIT വരും, SITക്ക് കൊടുക്കണമെന്ന്. ഇതൊക്കെ വിശ്വസിക്കാൻ നമ്മളൊക്കെ പൊട്ടന്മാരാണെന്നോ ബിനു? ഇതാ ഞാൻ പറഞ്ഞു, ഇതുപോലെ മുഴുവൻ കള്ളത്തരമാണ് ഈ നടന്നു വെച്ചേക്കുന്നത്. ഇപ്പം ഹൈക്കോടതി അവസാനം അങ്ങ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബെഞ്ച് ഒരു ജഡ്ജ്മെൻറ്റ്, അതായത് ഒരു ജാമ്യത്തിൻ്റെ കേസുകൾ വന്നപ്പോൾ പറഞ്ഞെങ്കിൽ പോലും അതൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് ആ പറഞ്ഞേക്കുന്നത്. ഇതെന്താ ഇത്രയും നാളായിട്ട് ഇത് ഇന്നാര് അറസ്റ്റ് ചെയ്യാത്തത്, ഇന്നാര് എന്തുകൊണ്ട് പോയില്ല, എങ്ങോട്ട് പോയില്ല, ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എന്താണ് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. ഈ നാട്ടിലെ ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ് ആ ചോദിച്ചേക്കുന്നത്. അതൊക്കെ ചോദിക്കാൻ ഇതിന് മുകളിലോട്ട് ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ചിന് പോലും യഥാർത്ഥത്തിൽ ഇതിൽ കൂടുതൽ ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട്. അന്വേഷണം ഇന്നതുപോലെ നടത്തണം, ഇന്ന ആളുകളെയൊക്കെ പിടിക്കണം, ഇന്ന ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇതൊന്നും ഹൈക്കോടതിക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. അത് ഇവർക്കും അറിയാം. ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടഴിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇനി അങ്ങ് പോട്ടെ, ബാക്കി നമ്മൾ എന്തൊക്കെ കണ്ടാലും. അതായത് ഒതുക്കാനായിട്ട് ഇപ്പോൾ ED വന്നു. EDക്ക് ഇവിടെ വന്നിട്ട് ഒരു കാര്യമുള്ളതല്ല. EDക്ക് കൂടുതൽ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ, മണി ലോണ്ടറിങ് ഉണ്ടെന്ന് കണ്ടാൽ മാത്രമേ ഉള്ളൂ EDയുടെ ആ പ്രസൻസിന് നമുക്ക് ഒരു സാധൂകരണം നൽകുന്നുള്ളൂ. പക്ഷേ അല്ലാതെ ED വരുന്നതിനാണ്, ഇതൊക്കെ ഒതുക്കാനാണ്. ഞാൻ ഉള്ള കാര്യം നമുക്ക് പറയുകയാണ്. ED വന്നേക്കുന്നത് വിനു പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടു. ED വന്നേക്കുന്നത് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ED വന്നിട്ട് ഇതെല്ലാം കോൾഡ് സ്റ്റോറേജിലായിട്ട് അങ്ങ് മാറും, അതങ്ങ് പോവും. അങ്ങനെ ആകരുത്. അങ്ങനെ ആകാതെ യഥാർത്ഥത്തിൽ ഇത് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ഹൈക്കോടതി മോണിറ്റർ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നോക്കിയില്ലെങ്കിൽ അപകടമാണ്. ഓരോന്ന് കൊടുത്തിട്ട് ആ രീതിയിൽ ഉള്ള ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇതെന്താണെന്നറിയോ, നമ്മളെയെല്ലാം മുഴുവൻ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് ഈ കള്ളന്മാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, കൊള്ളക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു കൂച്ചുവിലം കിടണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ തലത്തിൽ അന്വേഷിക്കാൻ പറ്റിയ ഒരു ഏജൻസി തന്നെ വേണം. ED ഒന്നും എനിക്ക് വിശ്വാസമില്ല. കാരണം EDയുടെ സ്ഥിരം ഇടപാട് നമുക്കറിയാവുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. പിന്നെ പറഞ്ഞ തന്നെ അതിനകത്തുള്ളത് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ CBIക്ക് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ അവർ കൂട്ടിലടച്ച തത്തയാകാതെ അത് ശരിയായ രീതിയിൽ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണം. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വേണം. ഈ കള്ളന്മാരെ മുഴുവൻ പിടികൂടണം. ഇത് നമ്മൾ കൊണ്ടുപോയേക്കുന്ന ആളുകളെ മാത്രമല്ല, അതിൻ്റെ പുറകിൽ കൂട്ടുനിന്ന നമ്മുടെ ഇവിടെ അതിന് കൂട്ടുനിന്നേക്കുന്ന നേതാക്കളെന്ന് നമ്മൾ പറയുന്നവരുണ്ടല്ലോ. ഇവനെന്ന് നേതാക്കളാണോ ഇതൊക്കെ അവരെ എല്ലാം പിടികൂടണം. അത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ശ്രീജിത്ത് പണിക്കരും ഒക്കെ ഇത് ഒരുപാട് ഇങ്ങനെ ഇതിനു വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാനിത് ഒഴിവായി നിന്നതാണ്. എന്നാലും ഇത് ഇന്ന് പറഞ്ഞപ്പോൾ ഇത് മനസ്സിരുന്നുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അല്ല, ഇത് കേട്ട് മനസ്സിലാക്കിയതാണ് കാര്യങ്ങൾ പലതും. പക്ഷേ സത്യമായിട്ട് വരുന്നു. ഈ കേട്ടേക്കുന്നത് മുഴുവൻ സത്യമായിട്ട് വരുന്നു. അതാണ് എന്നെ ഭീതിപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലെ മുതൽ, ഇവിടുത്തെ വിശ്വാസികളുടെ മുതൽ, നമ്മുടെ രാജ്യത്തിൻ്റെ മുതൽ ഇത് കൊണ്ടുപോവാണ് വിദേശത്തേക്കോ. അത് എത്ര കോടിക്കണക്കിന് നമ്മുടെ നാട്ടിൽ. ഇതാണ് രാജ്യദ്രോഹം. യഥാർത്ഥ രാജ്യദ്രോഹം എന്ന് പറയുന്നത് ഇതാണ്, ഈ കൊള്ളയാണ്. അത് അന്വേഷിക്കണം, ശരിയായ രീതിയിൽ അന്വേഷിക്കണം. അതാണ് വേണ്ടത്.